പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ജീവിതം ഇരുട്ടായി മാറുന്ന മനുഷ്യനെ വഴികാട്ടുന്ന നക്ഷത്ര വിളക്കാകാനാണ് ഇന്ന് സഭയുടെ വിളി. സഭയും സമുദായവും ക്രിസ്തുവിന് വേണ്ടി വിശ്വാസികളുടെ കരം ചേർത്ത് പിടിക്കുമ്പോൾ അവർ സമൂഹത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന പൊൻതാരകങ്ങളായി മാറുന്നു. കാവക്കാട് മാതൃവേദി അഭിമാനപൂർവം അവതരിപ്പിക്കുന്നു കൂരിരുട്ടിലെ നക്ഷത്ര വിളക്കുകൾ. തോമസിയേട്ടൻ ഇത്ര വേഗം പോകുമെന്ന് വിചാരിച്ചില്ല. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. ജീവിതം മുന്നോട്ട് കിടക്കുകയല്ലേ, നമുക്കിങ്ങനെ വിഷമിച്ചിരിക്കാൻ പറ്റുകയില്ലല്ലോ. അതേപ്പറ്റി എനിക്ക് സംസാരിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിങ്ങൾക്കറിയാലോ, ചേട്ടൻ വലിയ സമ്പാദ്യമൊന്നും കരുതി വെച്ചില്ല. എന്താണെങ്കിലും കടമൊന്നുമില്ല. എനിക്കാണെങ്കിൽ പാചകമല്ല, മറ്റു ജോലികളൊന്നും അറിയില്ല. മോളുടെ പഠനം നീ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ടില്ല. ചേച്ചി അത് പറയേണ്ട ഞങ്ങൾ വന്നത്. ചേച്ചിയുടെ പാചകം വെച്ച് എന്നൊരു സംരംഭം, അച്ചാർ ഉൾപ്പെടെയുള്ള ആഹാര സാധനങ്ങളും പലഹാരങ്ങളും ഉണ്ടാക്കി കടകളിലും ബേക്കറികളിലും എത്തിക്കുന്നൊരു യൂണിറ്റ്. അതാണ് ഞങ്ങളുടെ മനസ്സിൽ. പറ്റുന്ന സഹായം മദറും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റായ ഐക്യമായിട്ട് ലോൺ ശരിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പോകുന്ന സമ്മതമാണ്. എനിക്ക് എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊന്നും കാര്യമാക്കണ്ട, കാര്യങ്ങൾ അറിയട്ടെ. ആൻസിമോളുടെ പ്ലാൻ എന്താണ്? ചാച്ചന മോളെ കുറിച്ച് വലിയൊരു അഭിമാനമായിരുന്നു. മൂവാറ്റുപുഴയിലെ നിർമ്മല സിവിൽ സർവീസ് അക്കാദമിയിൽ ചേർന്ന് 1 വർഷം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചി. എന്നാൽ നമ്മൾക്ക് നാളെ വികാരിയത്തിൽ എന്താണ് നമ്മുടെ പഴയ പിതാവിന്റെ പേരിൽ രൂപതയുടെ ഒരു സ്കോളർഷിപ്പുണ്ട്. അത് മോൾക്ക് റെഡിയാണ്. 1 വർഷത്തേക്ക് താമസത്തിന് പഠനത്തിന് അത് കിട്ടും. ശരി മുതൽ ഞാൻ നാളെ തന്നെ പോയി കാണാം. ശരി, ഞങ്ങൾ ശരി. എല്ലാ സഹായത്തിനും ഞങ്ങൾ കൂടെയുണ്ട്. എന്തുണ്ടെന്ന് ഞങ്ങളെ വിളിക്കുന്നത് കേട്ടോ. ശരി കേട്ടോ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് മോളെ. ശരിയാണ്, നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നലായി. എന്നാൽ നമുക്ക് അച്ഛനെ കണ്ടിട്ട് വരാം. മോളെ അച്ഛനെന്ത് പറഞ്ഞു? അത് ശരിയായില്ലേ, എന്നോട് പോയി ചേർന്നോളാൻ പറഞ്ഞു. ഉടനെ തന്നെ ചേരാമെന്ന് വിചാരിക്കുക. അമ്മ ഇനി തിരക്കായിരിക്കുമല്ലോ. ചാച്ചന്റെ അനുഗ്രഹം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ ഇടവ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ തോന്നുക. ശരിയാണ് മോളെ. ശാലിനി, അങ്ങനെ നമ്മുടെ പരീക്ഷയിൽ തീർന്നു. നന്നായി ചെയ്തതെന്നാണ് എന്റെ വിശ്വാസം. ഇനി ഫൈനൽ റിസൾട്ട് തന്നെ. നാട്ടിൽ നിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അമ്മയുടെ സംരംഭം ഞാൻ പറഞ്ഞിട്ടില്ലേ, അതൊരു ചെറിയ ഹോട്ടലായി മാറി. വികാരിയച്ഛനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അതിലൊരു 5 പേർക്ക് ജോലിയും കിട്ടി. ഞാൻ നാളെ തന്നെ നാട്ടിൽ പോവുക. ഞാനും നിങ്ങളുടെ നാട്ടിൽ വരും. എനിക്ക് കാണണം നിങ്ങളെ ചേർത്ത് നിർത്തിയ ആളുകളെ. ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട് നിങ്ങളുടെ സഭയിൽ ചേരാൻ. എല്ലാവരും എന്തൊരു സ്നേഹവും സഹകരണവും ഒക്കെയാണ്. ശരിക്കും കൂടെ പുറപ്പുകളെ പോലെ. എന്താ ശരി, നമുക്ക് പോയി കണ്ടിട്ട് കാണാം. മോളെ എന്തെല്ലാം റിസൾട്ട് വരുന്നത്? അതെ അമ്മേ, ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ടു. എന്നേക്കാളും എന്റെ വിജയം ഈ ഇടവ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് വലിയ സെലക്ഷൻ കിട്ടി അമ്മേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു അമ്മേ. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഇതോടെ മാറും. ഇത് കാരണം ചാച്ചൻ കൂടെ ഇല്ലാതായി പോയല്ലോ അമ്മേ. എല്ലാം കാണുന്നുണ്ട് മോളെ. ഹലോ
ആരാ മോളെ വിളിച്ചത്? എനിക്ക് IAS സെലക്ഷൻ കിട്ടിയതറിഞ്ഞ ഗുഡ്നസ് TV ചാനലിൽ നിന്നാണ്. അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണം. ഉടൻ ഒരാൾ വരും. അമ്മ പോയി എന്റെ വിജയം നമ്മുടെ വേണ്ടപ്പെട്ടവരോടെല്ലാം ഒന്ന് പറഞ്ഞു കേട്ടോ. ശരി മോളെ. ഞാൻ ഗുഡ്നസ് ടിവിയിൽ നിന്നാണ്. ആൻസിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻസി. താങ്ക് യു. നമ്മുടെ സഭയിൽ നിന്നും ഈ വർഷം IAS കിട്ടിയ ഒരേ ഒരാൾ ആൻസിയാണ്. അഭിമാനകരമായ നിമിഷത്തിൽ ആൻസിക്ക് എന്ത് തോന്നുന്നു? ഒന്നും എന്റെ കൈവല്ല, എല്ലാം ദൈവാനുഗ്രഹം. മനസ്സ് നിറയെ നന്ദിയാണ്. വീട്ടാൻ പറ്റാത്ത കടപ്പാട്. ചാച്ചൻ ഞങ്ങളെ വിട്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് താങ്ങും കടലുമായത് ഈ സമുദായമാണ്, സഭയാണ്. ഇന്ന് ഈ സ്വപ്ന നേട്ടം സ്വർഗത്തിലിരുന്ന് ചാച്ചൻ കാണുന്നു. തീർച്ചയായും ആൻസിയുടെ അനുഭവം എല്ലാവർക്കും ആവേശമാണ്. പ്രേക്ഷകരോട് ആൻസിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ മരവിച്ച് നിന്നുപോയ സമയത്ത് ക്രിസ്തുവിന്റെ കാണപ്പെട്ട ശരീരമായി ഞങ്ങളുടെ മുന്നിൽ വന്നത് ഈ സമുദായമാണ്, സഭയാണ്, ഇടവകയാണ്. എന്റെ ഇനിയുള്ള ജീവിതം അതിന് സാക്ഷ്യം നൽകും. കൂടാതെ എന്റെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും പ്രചോദനമായി ഞാൻ ഉണ്ടാകും. സഭയിൽ നിന്നും എനിക്ക് കിട്ടിയ മൂല്യങ്ങൾ എന്നെ നയിക്കും. ഈ സമുദായത്തിനും സഭയ്ക്കും ഇടവകയ്ക്കും എക്കാലവും എന്നെ ഓർത്ത് അഭിമാനിക്കാൻ ഞാൻ ഇടവരുത്തും. നന്ദി ആൻസി. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആൻസിയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. കാവക്കാട് മാതൃവേദി യൂണിറ്റ് അണിയിച്ചൊരുക്കിയ കൂരിരുട്ടിലെ നക്ഷത്ര വിളക്കുകൾക്ക് തിരശീല വീഴുമ്പോൾ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ലൈസമ്മ ജോളി നെടുങ്ങാട്, ടിൻസി ജെയ്സൺ കളപ്പുരയ്ക്കൽ, ബിൻഡി സിജു നെടുങ്ങാട്, ജിൻസി ലാൽസൻ ശൗര്യാമാക്കൽ, ടെസി ജോർജർ കളപ്പുരയ്ക്കൽ, ഷെല്ലി സജി ഇടപ്പഴത്തിൽ, ലാലി ജോഷി കളപ്പുരയ്ക്കൽ.